ഹലോ, നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ ആശുപത്രി വരെ പോവുകയാണ്. പിന്നെ മോനെ വായിൽ ഒരു പൊട്ടലുകൾ ഉണ്ടാവുന്നു. അത് ബി കോംപ്ലക്സ് കൊടുത്തു മാറും, പക്ഷേ ഇച്ചിരി കൂടുതലായിട്ടുള്ളതുകൊണ്ട് ആശുപത്രി അല്ല, ഒരു ക്ലിനിക്കാണ് പന്തളത്ത്, സൈ ഡോക്ടറിന്. ആ ക്ലിനിക്ക് വരെ ഒന്ന് പോയിട്ട് പെട്ടെന്ന് വരാം. ഓക്കെ. അപ്പോൾ നമുക്ക് കാറിലോട്ട് പോയി കയറാം. നടുവേദന ഉള്ളതുകൊണ്ട് കാറിലോട്ട് കയറുന്ന ഒരു പണിയാണ്, ചെറിയൊരു പണിയാണ്. ഓക്കെ. ഈ മുന്നേ പോകുന്ന വണ്ടിയെ നമ്മൾ പണ്ട് ഉള്ള എക്സ്പ്രസ്സാണ്. എക്സ്പ്രസ് ഇപ്പോൾ ഈ കളർ വണ്ടി വളരെ കുറവാണ്. പണ്ട് ഞങ്ങളുടെ ചെറിയ കുട്ടിക്കാലത്തൊക്കെ ഈ എക്സ്പ്രസ് എന്ന് പറയുമ്പോൾ വലിയൊരു സംഭവമായിരുന്നു. ഇന്ന് വലിയ ബെൻസ് കാറിൽ പോകുന്ന പോലെയൊക്കെയാണ് അന്ന് എക്സ്പ്രസ് ഈ ആളുകൾ ഇരുന്നുകൊണ്ടിരുന്നത്. പണ്ട് എൻ്റെ കുട്ടിക്കാലത്താണ്, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പോൾ പിന്നെ അങ്ങനൊന്നുമില്ല. ഇപ്പോൾ പിന്നെ വലിയ വലിയ ബസ്സുകൾ, ഈ ബസ്സുകളൊന്നും അല്ല. എന്നാലും പഴയ കളർ ബസ് കാണുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു എന്താണോ ഈ ബസ്സിൻ്റെ മാത്രം കളർ മാറാത്ത, ബാക്കി എല്ലാ ബസ്സുകളുടെയും കളറുകളൊക്കെ മാറിയിട്ടുണ്ട്. പക്ഷേ ഈ ബസ്സിൻ്റെ കളർ കാണുന്നില്ല. എക്സ്പ്രസ് വണ്ടി കിടക്കുന്ന ഇടത്ത് സൈഡിൽ നമ്മുടെ ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിന്ന് താഴേക്ക് ഇറങ്ങി പന്തളത്തേക്ക് പോവുക. പന്തളത്താണ് ഈ ക്ലിനിക്ക് ഉള്ളത്. ഇത് പാലാഴിയുടെ പമ്പിൻ്റെ അവിടെ, ഈ പാലാഴി ഇവിടെ പമ്പെന്ന് പറയും. പാലാഴി എന്ന് പറയുന്ന ഒരാളുടെ പമ്പാണ്. അതിനുശേഷം വീണ്ടും നമ്മൾ മുന്നിലേക്ക് പോവുകയാണ്. ഇത് പുതിയതായിട്ട് മാരുതിയുടെ നെക്സയുടെ എന്ന് പറഞ്ഞാൽ വില കൂടിയ വാഹനം നെക്സ, അതിൻ്റെ ഷോറൂമാണ്. ലെഫ്റ്റ് കാണുന്നത് എന്താ പറയുക, ഗുരുജി എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. നല്ല ഹോട്ടലാണ് കേട്ടോ, വലിയ വിലയില്ല, പക്ഷേ ഒരുമാതിരി നല്ല വൃത്തിയുള്ള ഭക്ഷണമുള്ള ഹോട്ടലാണ്. ഇത് നമ്മൾ പറന്തൽ ജംഗ്ഷനിലോട്ട് എത്തുകയാണ്. പറന്തൽ ജംഗ്ഷൻ കണ്ടല്ലോ, ഇത് പറന്തൽ ജംഗ്ഷനിൽ നമ്മൾ എത്തുകയാണ്. ആ എക്സ്പ്രസ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്നു. ഇത് ഓവർടേക്ക് ചെയ്ത് പോയതിന് ശേഷം പിന്നെ ഇതിനെ കാണാനേ കിട്ടിയില്ല. അത് നല്ല സ്പീഡിലാണ് പോകുന്നതെന്ന് തോന്നുന്നു. അതിൻ്റെ പുറകിൽ തൃശ്ശൂരെന്ന് എഴുതി വെച്ചേക്കുന്നത്. ഇത് കൊരമ്പാല ജംഗ്ഷനാണ്. കൊരമ്പാല പന്തളം പോകുമ്പോഴൊരു ജംഗ്ഷനാണ് കൊരമ്പാല. ഇവിടെ ഒരു ക്ഷേത്രമൊക്കെ ഉണ്ട്, കൊരമ്പാല. ആ ക്ഷേത്രത്തിൽ ചൂരലടവി എന്നൊക്കെ പറഞ്ഞ് ഒരു പ്രത്യേക രീതിയിലുള്ള ആഘോഷങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് വർഷങ്ങൾ കൂടുമ്പോൾ മാത്രമേ അത് നടത്താറുള്ളൂ. ഇവിടെ ആ ഇടത്ത സൈഡിലോട്ട് പോകുമ്പോഴാണ് ആ ക്ഷേത്രമുള്ളത്. എൻ്റെ ഇവിടെ ഇങ്ങനെ ഇടത്ത സൈഡിലോട്ട് വഴിയുണ്ട്. ആ വഴി ഈ വഴി അകത്തോട്ട് കയറുമ്പോഴാണ് അമ്പലം. ഇത് കുറച്ചുകൂടി ചെല്ലുമ്പോൾ നമ്മുടെ അമൃത പിന്നെ സ്കൂളാവും. സ്വല്പം കൂടെ മുന്നോട്ട് പോകുമ്പം അമൃത സ്കൂളായി ലെഫ്റ്റ് സൈഡിൽ. ഓക്കെ, ഇവിടെയാണ് അമൃത സ്കൂൾ. നേരെ നമ്മൾ പോകുമ്പോൾ ഇത് പുതിയ വന്ന എന്താ പറയുക പിട്ടപ്പിള്ളും പിന്നെ ഒരു കല്യാണ മണ്ഡപവും ഒക്കെ ഉണ്ട്. അതിൻ്റെ പേരങ്ങ് വിട്ടുപോയി. അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, പേര് മറന്നുപോയല്ലോ. പേര് മറന്നുപോയി. ഇത് നമ്മൾ മെഡിക്കൽ മിഷൻ ജംഗ്ഷനിലെത്തിയാണ്. മെഡിക്കൽ മിഷൻ എന്ന് പറഞ്ഞാൽ NSS മെഡിക്കൽ മിഷൻ. NSSകാരുടെ ഒരു NSS നടത്തുന്ന ഒരു മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ട്. പണ്ട് കാലങ്ങളിൽ അതായിരുന്നു അടൂർ കഴിഞ്ഞാൽ ഏറ്റവും വലിയ ഹോസ്പിറ്റൽ. അടൂർ ഹോളി ക്രോസ് കഴിഞ്ഞാൽ എല്ലാവരും ഇവിടെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇന്നതൊക്കെ മാറി ലൈഫ് ലൈൻ എന്നൊക്കെ പറയുന്ന പുതിയ വലിയ ഹോസ്പിറ്റലുകളൊക്കെ ആയി. അപ്പം അങ്ങനെ കൂടുതലായിട്ട് ഇവിടെ ആളുകളുണ്ടെന്ന് തോന്നുന്നു. ഞാൻ വന്നിട്ട് വർഷങ്ങളായി. ഇപ്പോൾ ഇങ്ങോട്ട് അങ്ങനെ വരാറില്ല. ഇവിടെ പുതിയൊരു എന്താ പറയുന്നത് ത്രിലോകം എന്ന് പറഞ്ഞൊരു സിനിമാ കോട്ടയൊക്കെ ഉണ്ട് ലെഫ്റ്റ് സൈഡിൽ. ഇവിടുന്ന് നമ്മൾ സ്വല്പം കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പന്തളം ജംഗ്ഷനാണ്. നമ്മൾ ജംഗ്ഷനിലേക്ക് പോകുന്നില്ല. ജംഗ്ഷനിൽ പോയാൽ ട്രാഫിക് ആയതുകൊണ്ട് അവിടുന്ന് നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വലത്തോട്ടം കയറി ഒരു വഴിയുണ്ട്.
ത്രിലോക് സിനിമാ തിയേറ്റർ കഴിയുമ്പോൾ വലത്തോട്ട് കയറുമ്പോൾ ഒരു വഴി, വലത്തോട്ടൊരു വഴിയുണ്ട്, ചെറിയ വഴി. ആ വഴി കയറി നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഈ ഇടത് സൈഡിൽ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒരു ഓഫീസുണ്ട്. കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങളൊക്കെ പണ്ട് തൊട്ടേ ഉള്ള ഈ സൈഡിലൊരു ഓഫീസ് കേരള യൂണിവേഴ്സിറ്റിയുടെയാണ്. പിന്നെ നേരെ പോകുമ്പോഴാണ് നമുക്ക് നമ്മുടെ ആ ക്ലിനിക്കിലെത്താൻ പറ്റുന്നത്. ഇവിടുന്ന് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ വഴിയാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ ടൗണിൽ കയറാതെ വരുന്നൊരു വഴിയാണ്. അല്ലെങ്കിൽ നേരെ നിന്ന് ടൗണിൽ ചെന്നിട്ട് നമ്മൾ പത്തനംതിട്ട റൂട്ടിലേക്ക് തിരിയണം. ടൗണിൽ ജംഗ്ഷനിൽ ചെന്നിട്ട് പത്തനംതിട്ട റൂട്ടിലേക്ക് തിരിയണം. അതിങ്ങനെ അത്രയും ട്രാഫിക്കിലേക്ക് പോകാതിരിക്കാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റ് കയറി റൈറ്റ് കയറി ഇങ്ങനെ വരികയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് നമ്മൾ തിരിയും. കടക്കാടെന്നാണ് ഈ ജംഗ്ഷൻ്റെ പേര്. ലെഫ്റ്റ് തിരിഞ്ഞ കുറച്ച് മുന്നോട്ട് വരുമ്പോൾ നമ്മുടെ ഹെൽത്ത് സെൻ്റർ ഉണ്ട്, പന്തളം ഹെൽത്ത് സെൻ്റർ. അതിലേക്ക് പോകുന്ന വഴിക്ക് ഈ വലത്ത് സൈഡിലാണ്. അല്ലാണ്ട് ഈ വലത്ത് സൈഡിൽ കാണുന്ന ഇതാണ് നമ്മുടെ ക്ലിനിക്ക്, സയ്യദ് സാറിൻ്റെ. അവിടെ ചെന്ന് ഫയലൊക്കെ എടുക്കുകയാണ്. ഞങ്ങൾ രാവിലെ ചെന്നുകൊണ്ട് ഞങ്ങളായിരുന്നു ഫസ്റ്റ്. 8 മണി കഴിഞ്ഞപ്പോഴേ ഞങ്ങളവിടെ എത്തി. ഞങ്ങളാ ഫസ്റ്റ് ആൾ. ഇവിടെയൊക്കെ പഴയ ആ വലിയ വെള്ളപ്പൊക്കത്തിൽ ഇതെല്ലാം വെള്ളപ്പൊക്കത്തിനകത്ത് മുങ്ങിപ്പോയായിരുന്നു, വിശ്വസിക്കുമോ? അപ്പോൾ ഡോക്ടറെയൊക്കെ കണ്ടു, മരുന്നൊക്കെ കിട്ടി, അവിടെ നിന്ന് തന്നെ മരുന്ന് കിട്ടി. അപ്പം നമ്മൾ തിരിച്ചു പോവുകയാണ്. നമ്മൾ ആദ്യമായിട്ട് പെട്ടെന്ന് കാണാൻ പറ്റും. ഇത്രയും പെട്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല. ഏകദേശം 1 മണിക്കൂറൊക്കെ നിന്നാലേ അദ്ദേഹത്തെ കാണാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഇന്ന് ഞങ്ങൾ രാവിലെ വന്നുകൊണ്ട് കാണാൻ പറ്റി. അദ്ദേഹം വന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വാഹനം തിരിക്കാൻ ചെറിയ വഴിയായിട്ട് വാഹനം തിരിക്കാൻ വേണ്ടി നേരെ പോയി ഞങ്ങൾ ആ ഹെൽത്ത് സെൻ്ററിൻ്റെ അതിൻ്റെ മുന്നിൽ കൊണ്ടുപോയി വാഹനം തിരിക്കുന്നത്. ഇവിടെ ഇതാണ് പന്തളം ഹെൽത്ത് സെൻ്ററാണ്. അതിൻ്റെ മുന്നിൽ മുന്നിൽ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. പുതിയ പെയിൻ്റ് അടിച്ചാൽ ഇപ്പോൾ പെയിൻ്റ് അടിച്ച വൃത്തിയാണ്. നേരത്തെ ഇത്ര പെയിൻറ്റിങ് ഒന്നും ഇല്ലായിരുന്നു. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ വരുന്നതാണ്. ഇത് നേരെ ചെന്ന് വീണ്ടും നമ്മൾ ജംഗ്ഷനിൽ കൂടെ തന്നെ പോകാൻ. നമ്മളിവിടുന്ന് വലത്തേക്ക് തിരിഞ്ഞ് നമ്മൾ പന്തളം ജംഗ്ഷനിൽ കൂടെ തന്നെ തിരിച്ച് അടൂരേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം തിരിച്ചു പോകുമ്പോൾ ഇച്ചിരി ജംഗ്ഷനിലെ ട്രാഫിക് ഉണ്ടെങ്കിലും പ്രശ്നമില്ലല്ലോ. അതുകൊണ്ട് ജംഗ്ഷനിൽ കൂടെ തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചേക്കുന്നത്. ഇവിടെ പുതിയ ബിൽഡിങ്ങിൻ്റെ ഒരു വലിയ ബിൽഡിങ്ങിൻ്റെ ഒക്കെ പണി നടക്കുന്നുണ്ട്. ഇതിപ്പം ഇവിടെ വൈബി എന്ന് പറഞ്ഞ വലിയ തുണിക്കടയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ജംഗ്ഷനിൽ. വണ്ടി ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു വലിയ ബിൽഡിങ്ങൊക്കെ വരുന്നുണ്ട്. എന്താണ് കെട്ടിടം എന്നൊന്നും അറിയത്തില്ല. പുതിയതായിട്ട് പണി വരികയാണ്. കുറച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ കാണാം. പാണ്ടി കെട്ടിടം, വലിയൊരു കെട്ടിടമാണ് പണി വരുന്നത്. നേരത്തെ അവിടെ പഴയ കുറേ കെട്ടിടങ്ങൾ ഉണ്ടായിരുന്നു. ഇവിടുന്ന് ലെഫ്റ്റ് എടുക്കുമ്പോൾ നമുക്ക് അടൂരേക്ക് പോകാൻ സാധിക്കും. ഇതാണ് നമ്മുടെ NSS കോളേജ് പന്തളം. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന മതിൽ NSS കോളേജ് പന്തളം. അടൂര പന്തളം ഒരു ഏരിയയിൽ ഒത്തിരി ആളുകൾ പഠിച്ചിട്ടുള്ള ഒരു കോളേജാണ് പന്തളത്തെ NSS കോളേജ്. അപ്പോൾ നമ്മൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ തിരിച്ചു വന്ന ഇതാണ് മാരുതിയുടെ നെക്സായുടെ പുതിയ ഷോറൂം വരുന്നത് അടൂരിൻ്റെ അടുത്ത മിത്രപുരം അടുക്കാറാകുമ്പോൾ. നെക്സ എന്ന് പറയുമ്പോൾ പിന്നെ ഈ വില കൂടിയ വാഹനങ്ങളാണ് അവിടെ വരുന്നത്. അരീന എന്ന് പറയുന്നിടത്താണ് മാരുതിയുടെ സാധാ വാഹനങ്ങൾ വരുന്നത്. ഈ ഫ്രോൺസ് മുതൽ മുകളിലോട്ടുള്ള വാഹനങ്ങളാണ് കൂടുതൽ ഇവിടെ ഈ നെക്സയിൽ വരുന്നത്. പണി തീരുന്നതേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മൾ ഹൈസ്കൂൾ ജംഗ്ഷൻ അടുത്തായി.
ഹൈസ്കൂളിൻ്റെ ജംഗ്ഷനിലുള്ള ആ കയറ്റമാണ്, ചെറിയ കയറ്റം. ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ നമ്മൾ ഈ ക്ലിനിക്കുകളിൽ പോകുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ സമയം പോകും. ചെറിയ വായിലെ ഒരു ബി കോംപ്ലക്സിൻ്റെ കുഴപ്പമെന്നൊക്കെ നമുക്കറിയാം. അദ്ദേഹം അതിനെ പറഞ്ഞ വിറ്റാമിൻ്റെ കുറച്ച് ഗുളികകളാണ് തന്നേക്കുന്നത്. എന്നാലും നമ്മൾ ഡോക്ടറെ കാണാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇവിടുന്ന് വലത്തേക്ക് പോയാൽ എന്താ പറയുന്നത്, ബൈപ്പാസാണ്, അടൂർ ബൈപ്പാസ്. നേരെ പോകുമ്പം ഹോളി ക്രോസ് ഹോസ്പിറ്റൽ, വലത്ത് സൈഡിൽ കരുവാറ്റപ്പള്ളി, ഇതൊക്കെയാണ് കാണുന്നത്. നമ്മുടെ വൺ വേ മുകളിലേക്ക് കയറുകയാണ്. ഇട സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റവന്യൂ ടവർ. 8 നിലയുള്ള കെട്ടിടമാണ്, വലിയ. ഇവിടെ ഒരു പുതിയ കെട്ടിടം പണിഞ്ഞിങ്ങനെ വരുന്നുണ്ട്. അതിലെന്താണോ വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് ഈ കെട്ടിടം അത് ചന്തയാണ്, ശ്രീമൂലം ചന്ത, അടൂർ. അപ്പം നമ്മൾ പന്തളത്ത് പോയി ആശുപത്രി ഡോക്ടറെ കാണിച്ചു, മോനെ കാണിച്ചു. അതിനുശേഷം നമ്മൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. അത് വായിലെ ചെറിയ എന്തോ വിറ്റാമിൻ്റെ കുറവാന്ന് പറഞ്ഞ ഒരാഴ്ചത്തേക്കുള്ള മരുന്ന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം ചെറുതായിട്ട് പൊട്ടിയിരിക്കുക, നീറ്റില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം അങ്ങനെ രാവിലെ ആ പരിപാടിയാണ് നടന്നു. രാവിലെ ചെന്നുകൊണ്ട് ക്ലിനിക്ക് വലിയ ആളില്ലായിരുന്നു. അവിടെ ഒരു 10-20 വർഷം കൊണ്ട് കാണുന്ന ഒരു ഡോക്ടറാണ്. അപ്പോൾ ഓക്കെ, ഇന്ന് ഇത്ര മാത്രം. നന്ദി.